സോ ഇന്നത്തെ വീഡിയോയിൽ ക്രോഷ്യോൻ്റെ 4 ബേസിക് സ്റ്റിച്ചസ് എങ്ങനെ ചെയ്യാം എന്നാണ് നോക്കുന്നത്. സോ ഈ 4 ബേസിക് സ്റ്റിച്ചസ് അറിയാമെങ്കിൽ നമുക്ക് ഒരുവിധം എല്ലാ പ്രോജക്ട്സും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ് 4 ബേസിക് സ്റ്റിച്ചസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ക്രോഷ്യോ, ഡബിൾ ക്രോഷ്യോ, ഹാഫ് ഡബിൾ ക്രോഷ്യോ, ട്രിപ്പിൾ ക്രോഷ്യോ, ഈ 4 സ്റ്റിച്ചസാണ് ബേസിക് ആയിട്ടുള്ള 4 സ്റ്റിച്ചസ്. ഓക്കെ, സോ വെൽക്കം ബാക്ക് ടു ഫാമിലി ലിറ്റിൽ പ്രിറ്റ് സ്റ്റോറീസ്. സോ ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ചും ഇടുന്നത്, അതുപോലെ തന്നെ 2-3 രീതിയിൽ സ്ലിപ്പ് നോട്ട് സ്റ്റിച്ച് ചെയ്യുന്നതും കാണിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ദാറ്റ് വൺ ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ കാണുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, സോ സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര ലെങ്ത്ത് ആവശ്യമുണ്ട് അത്രയും ലെങ്ത്തിൽ ചെയിൻ ഇട്ടതിന് ശേഷം നമ്മുടെ നീഡിൽമ കിടക്കുന്ന ലൂപ്പ് ചെയിനിട്ട് കൺസിഡർ ചെയ്യത്തില്ല. ഓക്കെ, സോ അവിടെ നിന്ന് തൊട്ട് രണ്ടാമത്തെ ചെയിനിലേക്ക് നമ്മുടെ നീഡിലെ ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം യാൺ ഓവർ ചെയ്തതിന് ശേഷം ആ സെയിം ചെയിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. നമ്മുടെ നീഡിൽമ 2 ലൂപ്പുണ്ട്. ഓക്കെ, ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ നീഡിൽമ ഇപ്പോൾ എത്ര ലൂപ്പുണ്ട്? 2 ലൂപ്പ്. ഓക്കെ, ഇനി വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് ആ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെയും പാസ് ചെയ്യാം. ഓക്കെ, ഇതാണ് സിമ്പിളി പറയുകയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ ക്രോഷ്യ. ഓക്കെ, അടുത്ത സ്റ്റിച്ച് വരുന്നതാണ് ഡബിൾ ക്രോഷ്യോ. ഡബിൾ ക്രോഷ്യോ എന്ന് പറയുന്നത് നമുക്ക് എത്ര ചെയിൻ ലെങ്ത്ത് ആവശ്യമുണ്ടോ അത്രയും ലെങ്ത്തിൽ നമ്മൾ ചെയ്യേണ്ട. ഓക്കെ, അതിനുശേഷം യാൺ ഓവർ ചെയ്തതിന് ശേഷം നമ്മുടെ നീഡിലിൻ്റെ അവിടെ നിന്ന് മൂന്നാമത്തെ ചെയിൻ ഉണ്ടല്ലോ, മൂന്നാമത്തെ ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്യും. ഞാനിവിടെ തൊട്ടടുത്തുള്ള ചെയിനിലേക്കാണ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്യരുത്. മൂന്നാമത്തെ ചെയിനിലേക്ക് നമ്മുടെ നീഡിലിനെ ഇൻസേർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ നീഡിൽ ഓൾറെഡി 2 ലൂപ്പ് ഉണ്ട്. ഇൻസേർട്ട് ചെയ്തിട്ട് മൂന്നാമത്തെ ചെയിനിലേക്ക് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ചെയിനിലേക്ക് നമ്മുടെ നീഡിലിനെ ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? വീണ്ടും യാൺ ഓവർ ചെയ്യാം. ഓക്കെ, നമ്മുടെ ചെയിൻ ഇടുമ്പോൾ ടൈറ്റായിട്ട് ചെയിൻ ഇടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നീഡിലിനെ അതിൻ്റെ ഉള്ളിലേക്ക് പാസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ ടെൻഷനൊക്കെ ഈക്വലാക്കിയിട്ട് നമ്മൾ ചെയിൻ ഇടാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം യാൺ ഓവർ ചെയ്തതിന് ശേഷം ആ സെയിം ചെയിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. ഓക്കെ, ഇപ്പം നമ്മുടെ നീഡിലിൽ എത്ര ലൂപ്പ് ഉണ്ട് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ 1 2 3 ലൂപ്പ് ഉണ്ട്. ഓക്കെ, വീണ്ടും യാൺ ഓവർ ചെയ്തതിന് ശേഷം ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യാം. ശ്രദ്ധിച്ച് നോക്കുക. യാൺ ഓവർ ചെയ്തതിന് ശേഷം ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നീഡിൽമ ഇനിയും റിമൈനിങ് 2 ലൂപ്പ് ബാക്കിയാണ് അല്ലേ? നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും 2 ലൂപ്പ് ബാക്കിയാണ്. അപ്പോൾ വീണ്ടും യാൺ ഓവർ ചെയ്യുക, എന്നിട്ട് ആ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെയും പാസ് ചെയ്യാം. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത് ഡബിൾ ക്രോഷ്യോ എന്ന് പറയുന്നത്. വീണ്ടും ശ്രദ്ധിച്ച് നോക്കുക. യാൺ ഓവർ ചെയ്തതിന് ശേഷം ഇനി നമ്മൾ വരുമ്പോൾ അടുത്തുള്ള സ്റ്റിച്ചിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? നീഡിൽ പാസ് ചെയ്ത് പോവാം. ഓക്കെ, പിന്നെ നമുക്ക് എന്തെങ്കിലും വ്യത്യാസം വരുത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോജക്റ്റിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് വ്യത്യാസം വരുത്താം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നോർമലായിട്ട് അടുത്തുള്ള സ്റ്റിച്ചിലേക്ക് നമുക്ക് നീഡിലിനെ പാസ് ചെയ്തിട്ട് ഡബിൾ ക്രോഷ്യ, അത് ഏത് സ്റ്റിച്ചായാലും സിംഗിൾ ക്രോഷ്യയിലും ഡബിൾ ക്രോഷ്യയിലും ഹാഫ് ഡബിൾ ക്രോഷ്യയിലും ട്രിപ്പിൾ ക്രോഷ്യയിലും ആദ്യത്തെ ഒരു സ്റ്റിച്ച് മാത്രം നമ്മൾ പറയേണ്ട ഒരു ഇത്രയും ചെയിൻസ് വിടുക. അതിനുശേഷം ബാക്കിയുള്ളതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അടുത്തടുത്ത് ചെയ്തു പോവാം. ഓക്കെ, അടുത്ത് വരുന്നതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും യാൺ ഓവർ ചെയ്തതിന് ശേഷം 3rd ചെയിനിൽ തന്നെ നീഡിൽ പാസ് ചെയ്യുക. 3rd ചെയിനിലേക്ക് നീഡിൽ പാസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? വീണ്ടും യാൺ ഓവർ ചെയ്തതിന് ശേഷം ഓക്കെ, ആ സെയിം ചെയിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ നീഡിൽ എത്ര ലൂപ്പ് ഉണ്ട്? 3 ലൂപ്പ് അല്ലേ? വീണ്ടും യാൺ ഓവർ ചെയ്തതിന് ശേഷം ആ 3 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെയും പാസ് ചെയ്യുക. ഓക്കെ, മറ്റേത് നമ്മൾ ഡബിൾ ക്രോഷ്യയിൽ എന്താ ചെയ്തത്? ആദ്യം 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്തു, പിന്നെ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്തു അല്ലേ? പക്ഷേ ഹാഫ് ഡബിൾ ക്രോഷ്യയിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 3 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ അറ്റ് എ ടൈം പാസ് ചെയ്യണം. അതാണ് വ്യത്യാസം. ഓക്കെ, ഞാനിവിടെ എടുത്തിരിക്കുന്ന ഡിസയറിൻ്റെ യാണാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ 30 രൂപയുടെ ഒക്കെ യാണ് കിട്ടും. അത് നല്ലതാണ് ചെയ്യാൻ. നമുക്ക് പിന്നെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ പറ്റിയ യാണാണ് അത്. ഈ ഡിസയറിൻ്റെ യാണെന്ന് പറയുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതലാണ്. ഒരു 196 അത്ര റേറ്റ് വരുന്നുണ്ട്. സോ നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ആ 30 രൂപയുടെ യാണായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, ഇനി ലാസ്റ്റ് സ്റ്റിച്ചാണ് ട്രിപ്പിൾ ക്രോഷ്യ എന്ന് പറയുന്നതാണ് കുറച്ചും കൂടി വിടുത്ത് കൂടുതലുള്ള സ്റ്റിച്ച്. ഓക്കെ, അതിന് യാൺ ഓവർ ചെയ്യുക. 2 വട്ടം യാൺ ഓവർ ചെയ്യാം. യാൺ ഓവർ ചെയ്തതിന് ശേഷം 4ാമത്തെ സ്റ്റിച്ചിലേക്ക് പാസ് ചെയ്യാം.
നമ്മുടെ നീഡിൽമ കിടക്കുന്ന ലൂപ്പ് സ്റ്റിച്ചായിട്ട് കൺസിഡർ ചെയ്യത്തില്ല. ആ നീഡിലിൻ്റെ തൊട്ടടുത്തുള്ള ചെയിനിന്ന് 1 2 3 4 നാലാമത്തെ ചെയിനിലേക്ക് നീഡിൽ പാസ് ചെയ്ത് അതിൻ്റെ യാൺ ഓവർ ചെയ്യാണ്ട് സെയിം ചെയിൻ്റെ ഉള്ളിൽ കൂടെ എന്ത് ചെയ്യുക, നീഡിലിനെ പാസ് ചെയ്യുക. ഇപ്പം നമ്മുടെ നീഡിൽമ എത്ര ലൂപ്പ് ഉണ്ടാവും എന്നറിയോ? 4 ലൂപ്പ് ഉണ്ടാവും. ഓക്കെ, ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. 1 2 3 4 ലൂപ്പ്. ഓക്കെ, വീണ്ടും യാൺ ഓവർ ചെയ്യുക. യാൺ ഓവർ ചെയ്തതിന് ശേഷം ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ എന്ത് ചെയ്യുക, നീഡിലിനെ പാസ് ചെയ്യുക. ആദ്യത്തെ 2 ലൂപ്പ് വീണ്ടും നമ്മുടെ നീഡിൽമ എത്ര ലൂപ്പ് ഉണ്ടെന്നറിയോ? 3 ലൂപ്പ് ഉണ്ട്. ഓക്കെ, വീണ്ടും യാൺ ഓവർ ചെയ്യുക. അടുത്ത 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യാം. ഇപ്പം നമ്മുടെ നീഡിൽമ എത്ര ലൂപ്പ് ഉണ്ട്? വീണ്ടും 2 ലൂപ്പ് അല്ലേ? വീണ്ടും യാൺ ഓവർ ചെയ്യുക. ആ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യാം. ഇതാണ് ട്രിപ്പിൾ ക്രോഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിച്ച് നോക്കുക. 2 വട്ടം ആദ്യം നമ്മൾ യാൺ ഓവർ ചെയ്തു. ഇനി തൊട്ടടുത്തുള്ള ചെയിൻ്റെ ഉള്ളിൽ കൂടെ നീഡിൽ പാസ് ചെയ്തു. നീഡിൽ പാസ് ചെയ്തതിന് ശേഷം യാൺ ഓവർ ചെയ്തിട്ട് ആ സെയിം ചെയിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുത്തു. അതിനുശേഷം വീണ്ടും യാൺ ഓവർ ചെയ്തു. ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യുക. വീണ്ടും യാൺ ഓവർ ചെയ്യുക. അടുത്ത 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യുക. വീണ്ടും യാൺ ഓവർ ചെയ്യുക. അടുത്ത 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ട്രിപ്പിൾ ക്രോഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതുപോലത്തെ ട്യൂട്ടോറിയൽ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ സെൽഫ് സ്റ്റിച്ചഡ് ഡ്രസ്സസിൻ്റെ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അതുപോലത്തെ വീഡിയോസും ഇതുപോലത്തെ ക്രോഷ്യോ റിലേറ്റഡ് വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് അടുത്ത വീഡിയോയിൽ ഞാൻ ഈ മിനി ടെഡി റോസ്റ്റർ എങ്ങനെ ചെയ്യണമെന്ന് കാണിക്കുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ. അതുപോലെ തന്നെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് മീ. ഹാപ്പി ലേണിംഗ് ആൻഡ് ഹാവ് പീസ് ടു ഓൾ.